ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന ഒരു പുതിയ ചാപ്റ്ററാണ്. ചാപ്റ്റർ നമ്പർ 12 ഫാക്ടറൈസേഷൻ എന്ന് പറയുന്ന ചാപ്റ്ററാണ് നമ്മളിന്ന് പഠിക്കുന്നത്. അപ്പം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ ഫ്രണ്ട്സിന് എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കണം. പുതിയ ടെക്സ്റ്റ് ബുക്ക് അനുസരിച്ചുള്ള വീഡിയോസാണ് ഞാനിപ്പോൾ അപ്ലോഡ് ചെയ്യുന്നത്. പഴയ ടെക്സ്റ്റ് ബുക്ക് അനുസരിച്ച് ഇത് 14th ചാപ്റ്റർ ആയിരുന്നു. അപ്പോൾ ചാപ്റ്ററിൻ്റെ നമ്പേഴ്സിന് വ്യത്യാസം വന്നതുകൊണ്ടാണ് ഞാൻ വീണ്ടും വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നത്. അപ്പം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറന്നു പോകരുത്. അപ്പോൾ എന്തൊക്കെയാണ് ഈ ചാപ്റ്ററിൽ പഠിക്കാനുള്ളതെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഫാക്ടറൈസേഷൻ എന്താണെന്ന് നമുക്കറിയാം അല്ലേ. നമ്മൾ 6th സ്റ്റാൻഡേർഡിലെ നാച്ചുറൽ നമ്പേഴ്സിനെ ഫാക്ടേഴ്സ് ആയിട്ട് എഴുതുന്നത് നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലേ. ഇപ്പോൾ ഒരു നമ്പർ 30 എടുത്തു കഴിഞ്ഞാൽ 30യുടെ ഫാക്ടേഴ്സ് എന്തൊക്കെയാണ്? എങ്ങനെയാണ് നമ്മൾ ഫാക്ടേഴ്സ് കണ്ടുപിടിക്കുന്നത്? നമ്മൾ 1 × 30 = 30. ഇനി 2ന്റെ ടേബിൾ ഉണ്ടോ നോക്കുക അല്ലേ. 2 × 15 = 30. 3 × 10 = 30. പിന്നെ 4ന്റെ ടേബിളിലില്ല, 5ന്റെ ടേബിളിലുണ്ട്. 5 × 6 = 30. പിന്നെ 6 × 5 = 30. അപ്പോൾ ഇവിടെ വരുമ്പോൾ നമുക്ക് സ്റ്റോപ്പ് ചെയ്യാം അല്ലേ. ഇവിടെ 5 × 6ഉം 6 × 5ഉം രണ്ടും സെയിം ആണ്. അതുകൊണ്ട് നമുക്ക് ഇവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യാം. അപ്പോൾ 30യുടെ ഫാക്ടേഴ്സ് എന്തൊക്കെയാണ്? 1, 2, 3, 5, 6, 10, 15, 30. ഇത്രയുമാണ് 30യുടെ ഫാക്ടേഴ്സ്. 1, 2, 3, 5, 6, 10, 15, 30. ഇനി പ്രൈം ഫാക്ടേഴ്സ് ഏതൊക്കെയാണ് 30യുടെ പ്രൈം ഫാക്ടേഴ്സ് എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? പ്രൈം ഫാക്ടറൈസേഷൻ നമ്മൾ ചെയ്യും അല്ലേ. ഇപ്പോൾ 2 കൊണ്ട് ചെയ്താൽ 15 കിട്ടി. വീണ്ടും 3 കൊണ്ട് ചെയ്താൽ 3 × 5 15, 5, 1. അപ്പോൾ 30യുടെ പ്രൈം ഫാക്ടേഴ്സ് ഏതൊക്കെയാണ്? 2, 3 and 5. ഇത് മൂന്നുമാണ് 30യുടെ പ്രൈം ഫാക്ടേഴ്സ് എന്ന് പറയുന്നത്. എ നമ്പർ റിട്ടൺ ആസ് എ പ്രൊഡക്റ്റ് ഓഫ് പ്രൈം ഫാക്ടേഴ്സ് ഈസ് സെറ്റ് ടു ബി ഇൻ ദ പ്രൈം ഫാക്ടർ ഫോം. അപ്പൊ ഇതൊരു പ്രൈം ഫാക്ടർ ഫോമിലാണ് എന്ന് നമുക്ക് പറയാം അല്ലേ. 30 നമുക്ക് എങ്ങനെ എഴുതാം? 2 × 3 × 5. അപ്പോൾ ഇതെന്ന് പറയുന്നത് 30യുടെ പ്രൈം ഫാക്ടർ ഫോം ആണ്. അതേപോലെ 70യുടെ പ്രൈം ഫാക്ടർ ഫോം നമുക്ക് എങ്ങനെ എഴുതാം? 2 കൊണ്ട് ചെയ്താൽ 35 വരും. ഇനി 5 വെച്ച് ചെയ്താൽ 7 വരും. 7, 1. അപ്പോൾ 70യുടെ പ്രൈം ഫാക്ടർ ഫോം എന്താണ്? 2 × 5 × 7. ഇതാണ് 70യുടെ പ്രൈം ഫാക്ടർ ഫോം. അപ്പോൾ ഇവിടെ 1 എന്ന് പറയുന്നത് എല്ലാ നമ്പേഴ്സിന്റെയും ഫാക്ടർ ആണ് അല്ലെ. ഏത് നമ്പർ എടുത്ത് നമ്മൾ അതിന്റെ ഫാക്ടർ എഴുതിയാലും 1 എന്ന് പറയുന്നത് എന്തായിരിക്കും? അതിന്റെ ഫാക്ടർ ആയിരിക്കും. പക്ഷെ പ്രൈം ഫാക്ടർ ഫോമിൽ എന്ത് വരത്തില്ല? 1 വരത്തില്ല. മനസ്സിലായല്ലോ. ഇത് നമ്മൾ 6th സ്റ്റാൻഡേർഡിൽ പഠിക്കുന്ന കാര്യമാണ്. ഇനി നമുക്ക് ആൾജിബ്രിക് എക്സ്പ്രഷനെ എങ്ങനെ ഫാക്ടേഴ്സ് ആയിട്ട് എഴുതാം എന്നുള്ളതാണ് ഇനി നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. അപ്പൊ നമ്മൾ 7th സ്റ്റാൻഡേർഡിലെ ആൾജിബ്രിക് എക്സ്പ്രഷൻസ് എന്താണെന്ന് പഠിച്ചിട്ടുണ്ട് അല്ലേ. ടേംസ് ആർ ഫോംഡ് ആസ് പ്രൊഡക്റ്റ് ഓഫ് ഫാക്ടേഴ്സ്. ഇത് നമ്മൾ 7th സ്റ്റാൻഡേർഡിൽ പഠിച്ചാണ്. അപ്പൊ നോക്കിയേ, 5xy + 3x. ഇതിനകത്ത് ടേംസ് ഏതൊക്കെയാണ്? ഇതിനകത്ത് ടേംസ് എന്ന് പറയുന്നത് ടേംസ് ഏതൊക്കെയാണ്? 5xy ഒരു ടേം ആണ്, ഇതൊരു ടേം ആണ്. അടുത്തത് 3x ഒരു ടേം ആണ്. 2 ടേം ആണ് ഈ ഒരു ആൾജിബ്രിക് എക്സ്പ്രഷനകത്തുള്ളത് അല്ലേ. അപ്പൊ ഈ 5xyയുടെ ഫാക്ടേഴ്സ് ഏതൊക്കെയാണ്? 5xyയുടെ ഫാക്ടേഴ്സ് ഏതൊക്കെയാണ്? ഫാക്ടേഴ്സ് എന്ന് പറയുന്നത് 5x and y. ഇത് മൂന്നുമാണ് 5xyയുടെ ഫാക്ടേഴ്സ് എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ ആൾജിബ്രിക് എക്സ്പ്രഷനകത്ത് നമ്മൾ നാച്ചുറൽ നമ്പേഴ്സിനെ ഫാക്ടറൈസ് ചെയ്തപ്പോൾ നമ്മൾ എന്താണ് പറഞ്ഞത്? പ്രൈം ഫാക്ടർ ഫോം എന്നാണ് പറഞ്ഞത് അല്ലേ. അപ്പോൾ ഈ ആൾജിബ്രിക് എക്സ്പ്രഷനകത്ത് നമ്മൾ ഉപയോഗിക്കുന്ന വേർഡ് എന്ന് പറയുന്നത് ഇർറെഡ്യൂസിബിൾ എന്നാണ് നമ്മൾ ഉപയോഗിക്കുന്നത് കേട്ടോ. പ്രൈമിന്റെ പ്ലേസിൽ നമ്മൾ ഇർറെഡ്യൂസിബിൾ എന്നാണ് ഉപയോഗിക്കുന്നത്. ഇർറെഡ്യൂസിബിൾ. അപ്പോൾ നോക്കിയാൽ നമുക്ക് പറയാൻ സാധിക്കും 5 × x × y എന്ന് പറയുന്നത് ഇർറെഡ്യൂസിബിൾ ഫോം ഓഫ് 5xy എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. 5xyയുടെ ഇർറെഡ്യൂസിബിൾ ഫോം ആണ് എന്ത്? 5 × x × y എന്ന് പറയുന്നത്. ഇവിടെ 2 × 5 × 7 എന്ന് പറയുന്നത് 70യുടെ എന്തായിരുന്നു? പ്രൈം ഫാക്ടർ ഫോം ആയിരുന്നു. പ്രൈം ഫാക്ടർ ഫോം ആയിരുന്നു. ആൾജിബ്രിക് എക്സ്പ്രഷനിൽ 5 × x × y എന്ന് പറയുന്നത് 5xyയുടെ എന്താണ്? ഇർറെഡ്യൂസിബിൾ ഫോം ആണ്. ഈ 5xyയെ ഇങ്ങനെ എഴുതാൻ പറ്റില്ല കേട്ടോ. 5 × xy ഇങ്ങനെ എഴുതിയാൽ ഇതെന്തല്ല? ഇത് ഇർറെഡ്യൂസിബിൾ ഫോം അല്ല. ഇർറെഡ്യൂസിബിൾ ഫോം ആകണമെങ്കിൽ ഇങ്ങനെ തന്നെ എഴുതണം കേട്ടോ. 3x × x + 2. ഇതിനെ നമുക്ക് എങ്ങനെ ഫാക്ടേഴ്സ് ആയിട്ട് എഴുതാം? 3xനെ നമുക്ക് 3 ഒരു ഫാക്ടറാണ്.
എക്സ് ഒരു ഫാക്ടറാണ്, പിന്നെന്താണ് ആൻഡ് എക്സ് പ്ലസ് 2 ഒരു ഫാക്ടറാണ്. 3 ഫാക്ടേഴ്സ് ആണ് ഇതിലുള്ളത്. 3x ആൻഡ് എക്സ് പ്ലസ് 2 ഈ 3 ഫാക്ടേഴ്സ് ആണ് ഇതിനകത്തുള്ളത്. അപ്പോൾ 3x, എക്സ് പ്ലസ് 2 ആർ ഇറെഡ്യൂസിബിൾ ഫാക്ടേഴ്സ് ഓഫ് 3x ഇൻറ്റു എക്സ് പ്ലസ് 2. ഇനി അടുത്ത ഒരെണ്ണം നോക്കിയേ, 10x എക്സ് പ്ലസ് 2 y പ്ലസ് 3. ഇതിനെ നമുക്ക് ഇറെഡ്യൂസിബിൾ ഫാക്ടേഴ്സ് ഫോമായിട്ട് നമുക്ക് എഴുതാനായിട്ട് സാധിക്കും. ഇതിനകത്തെ ഫാക്ടേഴ്സ് അപ്പോൾ എന്തൊക്കെ വരും? ഓക്കെ, 10ന്റെ ഫാക്ടേഴ്സ് അപ്പോൾ എന്തൊക്കെയാണെന്ന് നോക്കണം. 10ന്റെ ഫാക്ടേഴ്സ് എന്തൊക്കെയാണ്? 2 ഇൻറ്റു 5. 10നെ നമുക്ക് 2 ഇൻറ്റു 5 ആയിട്ട് എഴുതാം. 2 ഇൻറ്റു 5 പിന്നെ എക്സ്, പിന്നെന്താണ് എക്സ് പ്ലസ് 2 ഇൻറ്റു വൈ പ്ലസ് 3. 2 ഒരു ഫാക്ടറാണ്. 10നെ നമ്മൾ എന്തായിട്ട് എഴുതി? 10നെ നമ്മൾ 2 ഇൻറ്റു 5 ആയിട്ട് എഴുതി. അപ്പോൾ 2, 5, എക്സ് പ്ലസ് 2 വൈ പ്ലസ് 3 ഇത്രയുമാണ് 10x ഇൻറ്റു എക്സ് പ്ലസ് 2 ഇൻറ്റു വൈ പ്ലസ് 3യിലെ ഇറെഡ്യൂസിബിൾ ഫാക്ടർ ഫോം എന്ന് പറയുന്നത് ഇത്രയുമാണ്. ഇനി നമ്മളൊരു ആൾജിബ്രിക് എക്സ്പ്രഷനെ ഫാക്ടറൈസ് ചെയ്യുമ്പോൾ അതിനെ നമുക്ക് എന്തായിട്ട് എഴുതാം? വി റൈറ്റ് ഇറ്റ് ആസ് എ പ്രൊഡക്റ്റ് ഓഫ് factors. These factors may be numbers, algebraic variables or algebraic expressions. ഈ factors എന്ന് പറയുന്നത് numbers ആകാം, algebraic variables ആകാം. algebraic variables എന്ന് വെച്ചാൽ എന്താണ്? എക്സ്, വൈ അങ്ങനെ ഓരോ ലെറ്റേഴ്സ് ആയിട്ട് വരുന്നതാണ് ആൾജിബ്രിക് വേരിയബിൾ. പിന്നെന്താകാം? ആൾജിബ്രിക് എക്സ്പ്രഷൻസും ആകാം. ആൾജിബ്രിക് എക്സ്പ്രഷൻ എന്ന് വെച്ചാൽ എന്താണ്? ഇതേപോലെ വരുന്നതാണ് ആൾജിബ്രിക് എക്സ്പ്രഷൻ. അപ്പോൾ ഒരു ആൾജിബ്രിക് എക്സ്പ്രഷനെ നമ്മൾ ഫാക്ടറൈസ് ചെയ്യുമ്പോൾ എന്തൊക്കെ വരാം? നമ്പേഴ്സ് വരാം, ആൾജിബ്രിക് വേരിയബിൾസ് വരാം, അല്ലെങ്കിൽ ആൾജിബ്രിക് എക്സ്പ്രഷൻസ് വരാം. ഓക്കെ, എക്സ്പ്രഷൻസ് ലൈക്ക് 3xy, 5x²y, പിന്നെന്താണ് 2x ഇൻറ്റു വൈ പ്ലസ് 2. ഇതെല്ലാം ഫാക്ടർ ഫോമിലാണ്. ഓൾറെഡി ഇതെല്ലാം എന്താണ്? ഫാക്ടർ ഫോമിലാണ് അല്ലേ. ഇനി നോക്കിയേ, 2x പ്ലസ് 4, 3x പ്ലസ് 3y ഇങ്ങനെയുള്ള എക്സ്പ്രഷൻസ് തന്നു കഴിഞ്ഞാൽ നമുക്കിതിന്റെ ഫാക്ടേഴ്സ് എളുപ്പം എഴുതാനായിട്ട് സാധിക്കില്ല അല്ലേ. അപ്പോൾ നമുക്കിതിനെ ഒന്ന് സിസ്റ്റമാറ്റിക് മെത്തേഡിൽ ഡെവലപ്പ് ചെയ്തെടുത്താൽ മാത്രമേ നമുക്കിതിനെ ഫാക്ടറൈസ് ചെയ്ത് ഈ എക്സ്പ്രഷനെ എഴുതാനായിട്ട് സാധിക്കുകയുള്ളൂ. അതായത് ഇതിന്റെ ഫാക്ടേഴ്സിനെ നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. അതെങ്ങനെയാണ് എന്നാണ് ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് കേട്ടോ. ഇതേപോലെയുള്ള എക്സ്പ്രഷൻസ് തന്നു കഴിഞ്ഞാൽ ഇതിന്റെ ഫാക്ടേഴ്സ് എഴുതുന്നത് എങ്ങനെയാണെന്നാണ് ഇനി നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ അതിന്റെ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് മെത്തേഡ് ഓഫ് കോമൺ ഫാക്ടേഴ്സ്. അപ്പോൾ നമുക്ക് ആദ്യം 2x പ്ലസ് 4 എന്ന് നോക്കാം. അപ്പോൾ നോക്കി, ആദ്യം നമ്മൾ ഈ 2xനെ എങ്ങനെ എഴുതാം? നമുക്ക് 2xനെ നമുക്ക് 2 ഇൻറ്റു എക്സ് എന്ന് എഴുതാം. 4നെ നമുക്ക് എങ്ങനെ ഫാക്ടേഴ്സ് ആയിട്ട് എഴുതാം? 4നെ നമുക്ക് 2 ഇൻറ്റു 2 എന്ന് എഴുതാം. അപ്പോൾ ഈ 2x പ്ലസ് 4നെ നമുക്ക് എങ്ങനെ എഴുതാം? 2xനെ നമ്മൾ എന്തായിട്ടാണ് എഴുതിയത്? 2 ഇൻറ്റു എക്സ് ആയിട്ട് എഴുതി. പ്ലസ് 4നെ നമ്മൾ എന്തായിട്ട് എഴുതി? 2 ഇൻറ്റു 2 ആയിട്ട് എഴുതി. ഇവിടെ നോക്കിയേ, ഈ ഫാക്ടർ 2 എന്ന് പറയുന്നത് രണ്ട് ടേംസിലും കോമൺ ആണ് അല്ലേ. അപ്പം നമ്മൾ എന്ത് ചെയ്യും? ഇതിനെ ഇങ്ങ് വെളിയിലെടുക്കും. അപ്പോൾ 2വിനെ ഇങ്ങ് വെളിയിലെടുത്തു കഴിഞ്ഞാൽ ബാക്കി എന്തുണ്ട്? ഈ ടേമിനകത്തുനിന്ന് 2 എടുത്തു കഴിഞ്ഞാൽ ബാക്കി ഇവിടെ എന്തുണ്ട്? എക്സ് ഉണ്ട്. പ്ലസ് ഇവിടെ നിന്ന് ഒരു 2 ഇങ്ങ് എടുത്തു കഴിഞ്ഞാൽ ബാക്കി എന്തുണ്ട്? ഒരു 2 ഉണ്ട്. ഇപ്പം എന്ത് കിട്ടി നമുക്ക്? 2 ഇൻറ്റു എക്സ് പ്ലസ് 2 എന്ന് കിട്ടി. ഇതെന്ന് പറയുന്നത് എന്താണ്? 2x പ്ലസ് 2 ആണ്. 2x plus 2. The expression 2x plus 4 is same as 2 into x plus 2. ഇപ്പോൾ നമുക്ക് ഇതിനെ ഫാക്ടേഴ്സ് ആയിട്ട് എഴുതാനായിട്ട് സാധിക്കും. ഇതിന്റെ ഫാക്ടേഴ്സ് എന്തൊക്കെയാണ്? 2 and x plus 2 are factors. These factors are irreducible. അപ്പോൾ ഇങ്ങനെ ഒരെണ്ണം തന്നു കഴിഞ്ഞാൽ നമ്മൾ കോമൺ ഫാക്ടർ മെത്തേഡിൽ നമുക്ക് എന്ത് ചെയ്യാം? ഇതിനെ ഫാക്ടറൈസ് ചെയ്യാനായിട്ട് സാധിക്കും. കോമൺ ആയിട്ടുള്ളത് നമ്മൾ വെളിയിലെടുത്തിട്ട് അതിനെ ഫാക്ടറായിട്ട് എഴുതാനായിട്ട് സാധിക്കും. ഇനി വേറെ ഒരെണ്ണം നോക്കിയേ, 5xy പ്ലസ് 10x. ഇതിനെ നമുക്ക് എങ്ങനെ ഇറെഡ്യൂസിബിൾ ഫാക്ടർ ഫോമിൽ എഴുതാനായിട്ട് സാധിക്കുമെന്ന് നോക്കാം. 5xyയെ നമുക്ക് എങ്ങനെ എഴുതാം? 5xyയെ 5 ഇൻറ്റു എക്സ് ഇൻറ്റു വൈ എന്ന് എഴുതാം. 10xനെ നമുക്ക് എങ്ങനെ എഴുതാം? 10നെ സ്പ്ലിറ്റ് ചെയ്ത് 2 ഇൻറ്റു 5 എന്ന് എഴുതാം ഇൻറ്റു എക്സ്. ഇനി നോക്കി, ഈ രണ്ട് ടേമിനകത്തും കോമൺ ആയിട്ടുള്ളതെല്ലാം നമ്മൾ എടുക്കണം. അപ്പോൾ നോക്കി, ഇതിനെ 5xy പ്ലസ് 10x ഈസ് ഈക്വൽ ടു എങ്ങനെ എഴുതാം? 5 ഇൻറ്റു എക്സ് ഇൻറ്റു വൈ പ്ലസ് 10xനെ 2 ഇൻറ്റു 5 ഇൻറ്റു എക്സ്. ഇതിൽ നിന്ന് കോമൺ ആയിട്ട് എന്തൊക്കെയുണ്ട്? 5 ഇവിടെ രണ്ടിടത്തുമുണ്ട്, എക്സും രണ്ട് ടേമിലുമുണ്ട്. അപ്പോൾ 5 ഇൻറ്റു എക്സിനെ നമ്മളിങ്ങ് വെളിയിലെടുക്കുന്നു. ബാക്കി എന്തൊക്കെയുണ്ട്? ഇവിടെ വൈ ഉണ്ട്, ഇവിടെ 2 ഉണ്ട്. അപ്പോൾ y പ്ലസ്
2. 5 ഇൻറ്റു എക്സ് ഇൻറ്റു വൈ പ്ലസ് 2 എന്ന് കിട്ടി. ഇതിനെ ഒന്നുകൂടെ എഴുതിയാൽ 5x വൈ പ്ലസ് 2 ഇങ്ങനെ നമുക്ക് കിട്ടി. 5xy പ്ലസ് 10xനെ നമ്മൾ 5x ഇൻറ്റു വൈ പ്ലസ് 2 എന്ന് നമുക്ക് കിട്ടി. അപ്പൊ ഇതെന്താണ്? ഇത് ഫാക്ടർ ഫോമില അല്ലേ? ഇതിന്റെ ഫാക്ടേഴ്സ് ഇപ്പൊ ഏതൊക്കെയാണ്? 5xും 5x വൈ പ്ലസ് 2 ഇത് മൂന്നുമാണ് ഇതിന്റെ ഫാക്ടേഴ്സ്. ഇനി അടുത്തത് നമ്മൾ നോക്കുന്നത് ഫാക്ടറൈസേഷൻ ബൈ റീഗ്രൂപ്പിംഗ് ടേംസ്. അപ്പൊ ആദ്യം നമ്മൾ നോക്കിയത് എന്തായിരുന്നു? മെത്തേഡ് ഓഫ് കോമൺ ഫാക്ടേഴ്സ്. കോമൺ ഫാക്ടേഴ്സ് വരുന്ന മെത്തേഡ് ആയിരുന്നു ഇപ്പൊ നമ്മൾ നോക്കിയത്. ഇനി നോക്കാൻ പോകുന്നത് റീഗ്രൂപ്പിംഗ് ടേംസ് ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഒരു എക്സ്പ്രഷൻ നമുക്ക് നോക്കാം. 2xy പ്ലസ് 2y പ്ലസ് 3x പ്ലസ് 3. ഈ എക്സ്പ്രഷൻ നിങ്ങളൊന്ന് നോക്കിയേ. ഈ ആദ്യത്തെ രണ്ട് ടേമില് കോമൺ ആയിട്ട് നമുക്ക് എന്തുണ്ട്? 2 ഉണ്ട്, y ഉണ്ട്. അടുത്ത രണ്ട് ടേമിൽ കോമൺ ആയിട്ട് 3 ഉണ്ട്. പക്ഷെങ്കിൽ ഈ 4 ടേമിലും കൂടെ കോമൺ ആയിട്ട് വരുന്ന ഒരു ഫാക്ടർ പോലും നമുക്കില്ല. 4ലും കൂടെ ഒരേപോലെ വരുന്നത് ഒന്നുമില്ല. എക്സ് ഇവിടെയുണ്ട്, ഇവിടെയുണ്ട്, അപ്പൊ ഇതിൽ രണ്ടിലുമില്ല. വൈ ഇവിടെ രണ്ടിടത്തുണ്ട്, അപ്പൊ ഇവിടെ ഇല്ല. 2ഉം ഇവിടെ രണ്ടിടത്തുണ്ട്, പക്ഷെ ഇതിൽ രണ്ടിലും ഇല്ല. 3 ഇവിടെ രണ്ടിടത്തുണ്ട്, പക്ഷെ ഇവിടെ ഇല്ല. അങ്ങനെ 4 ടേമിലും കൂടെ കോമൺ ആയിട്ട് വരുന്ന ഒരു ഫാക്ടർ പോലും നമുക്കില്ല. ഇങ്ങനെ വരുന്ന എക്സ്പ്രഷൻസിനെയാണ് നമ്മൾ റീഗ്രൂപ്പിംഗ് ടേംസിൽ എഴുതുന്നത്. അപ്പൊ നമുക്ക് ആദ്യത്തെ രണ്ട് ടേം എടുക്കാം. 2xy പ്ലസ് 2y. ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? 2 ഇൻറ്റു എക്സ് ഇൻറ്റു വൈ പ്ലസ് 2 ഇൻറ്റു വൈ. ഇതിൽ നിന്ന് കോമൺ ആയിട്ടുള്ളത് നമ്മൾ എടുക്കുന്നു. എന്തൊക്കെയാണ്? 2y രണ്ടിടത്തും കോമൺ ആണ്. അപ്പൊ 2 ഇൻറ്റു വൈ നമ്മൾ എടുക്കുന്നു. ബാക്കി ഈ ടേമിനകത്ത് എന്തുണ്ട്? ഇതിനകത്ത് എക്സ് ഉണ്ട്. എക്സ് പ്ലസ് ഇവിടുന്ന് 2y രണ്ടും ഇങ്ങെടുത്തു. അപ്പൊ ബാക്കി എന്തുണ്ട്? 1 ഉണ്ട് അല്ലേ? അപ്പൊ ഇവിടെ നിങ്ങൾക്ക് ഡൗട്ട് വരാതിരിക്കാൻ ഇൻറ്റു 1 എന്നും കൂടി ഇട്ടണം കേട്ടോ. നമ്മൾ ഇവിടെ ഒരു ടേമിനകത്തു നിന്ന് ഫുള്ള് നമ്മൾ കോമൺ ആയിട്ട് എടുക്കുവാണെങ്കിൽ അവിടെ ബാക്കി എന്ത് കാണും? 1 കാണും. അത് എപ്പോഴും ഓർത്തോണം. നിങ്ങൾ 0 എന്ന് എഴുതി വെക്കരുത് കേട്ടോ. ഇവിടെ 1 ഉണ്ട്. അപ്പൊ ഇതെന്തായി? 2 ഇൻറ്റു വൈ ഇൻറ്റു എക്സ് പ്ലസ് 1 എന്നായി. ഇതിനെ നമുക്ക് 2y എക്സ് പ്ലസ് 1 ഇങ്ങനെ നമുക്ക് എഴുതാം. നോക്കി, നമ്മൾ സാധാരണ ഇതിന്റെ ഫാക്ടർ എടുക്കുമ്പോൾ 1 നമ്മൾ കാണിക്കാറില്ല അല്ലേ? ഇവിടെ പക്ഷേ ഫാക്ടർ 1 കാണിച്ചെങ്കിലേ നമുക്ക് ഇവിടെ എഴുതാൻ സാധിക്കത്തുള്ളൂ കേട്ടോ. ഇനി അടുത്ത നമ്മൾ ഈ രണ്ട് ടേമിനെ എടുക്കുന്നു. 3x പ്ലസ് 3. ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? 3 ഇൻറ്റു എക്സ് പ്ലസ് ഇവിടെ നമ്മൾ 3 ആണ് കോമൺ എടുക്കുന്നത്. അപ്പൊ ഇവിടെ വേറെ ഒന്നുമില്ല. അതുകൊണ്ട് ഇതിന്റെ ഫാക്ടർ 1 കൂടെ നമ്മൾ ഇവിടെ ഷോ ചെയ്യണം. ഇനി നമ്മൾ ഇവിടുന്ന് എന്താ കോമൺ എടുക്കുന്നത്? 3 കോമൺ എടുക്കും. അപ്പൊ ബാക്കി എന്തുണ്ട്? ഇവിടെ എക്സ് ഉണ്ട് പ്ലസ് ഇവിടുന്ന് 3 എടുത്താൽ ബാക്കി ഇവിടെ 1 ഉണ്ട്. അപ്പൊ എന്തായി? 3x പ്ലസ് 1 എന്നായി. അപ്പൊ ഈ രണ്ട് ടേമിനെയും വെച്ച് നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് ഇങ്ങനെ എഴുതി. ഇനി ഇതിനെ എങ്ങനെ എഴുതാം? 2xy പ്ലസ് 2y പ്ലസ് 3x പ്ലസ് 3a. നമുക്ക് എങ്ങനെ എഴുതാം? 2x പ്ലസ് 2y എന്തായി? 2y ഇൻറ്റു എക്സ് പ്ലസ് 1 എന്നായി. 3x പ്ലസ് 3 എന്തായി? പ്ലസ് 3x പ്ലസ് 1 എന്നായി. ഇനി നിങ്ങൾ ഇതിനെ ഒന്ന് ശ്രദ്ധിച്ചു നോക്കിയേ. ഇവിടെ വീണ്ടും കോമൺ ആയിട്ടൊരു ടേം ഉണ്ട്. ഇതിപ്പോ 2 ടേമായി അല്ലേ? 4 ടേമായിട്ട് കിടന്നത് ഇതിപ്പോ 2 ടേമായി. ഈ 2 ടേമിലും കൂടെ കോമൺ ആയിട്ടൊരു ഫാക്ടർ ഉണ്ട്. എന്തൊക്കെയാണ്? എക്സ് പ്ലസ് 1. കണ്ടോ? ഈ എക്സ് പ്ലസ് 1 ഇവിടെ രണ്ടിടത്തും കോമൺ ആണ്. അപ്പൊ ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഈ എക്സ് പ്ലസ് 1നെ നമുക്ക് കോമൺ ആയിട്ട് എടുക്കാം. അപ്പൊ എന്ത് വരും? ഈ എക്സ് പ്ലസ് 1നെയും ഈ എക്സ് പ്ലസ് 1നെയും നമ്മളിങ്ങനെ വെളിയിലെടുക്കുന്നു. അപ്പൊ ബാക്കി ഇവിടെ എന്തുണ്ട്? ഇവിടെ 2y. ഇവിടെ എന്തുണ്ട്? ഇവിടെ ഈ പ്ലസ് നമ്മൾ ഇട്ട് കൊടുക്കുന്നു. ഇവിടെ ബാക്കി 3 ഉണ്ട്. ഇപ്പൊ എന്ത് കിട്ടി നമുക്ക്? എക്സ് പ്ലസ് 1 ഇൻറ്റു 2y പ്ലസ് 3 എന്ന് കിട്ടി. അപ്പോൾ the expression 2xy plus 2y plus 3x plus 3 is now in the form of a product of factors. Its factors are x plus 1 and 2y plus 3. അപ്പോൾ ഇങ്ങനെ വരുന്ന എക്സ്പ്രഷൻസിനെയാണ് നമ്മൾ റീഗ്രൂപ്പിംഗ് ആയിട്ട് ചെയ്യുന്നത് കേട്ടോ. ഫാക്ടറൈസേഷൻ യൂസിങ് ഐഡന്റിറ്റീസ്. ആൾജിബ്രിക് എക്സ്പ്രഷൻ ആൻഡ് ഐഡന്റിറ്റീസ് എന്നുള്ള ചാപ്റ്ററിൽ നമ്മൾ 3 സ്റ്റാൻഡേർഡ് ഐഡന്റിറ്റീസ് പഠിച്ചിരുന്നു അല്ലേ? എന്തൊക്കെയാണ്? ഓർമ്മയുണ്ടോ? a പ്ലസ് ബി ദ ഹോൾ സ്ക്വയർ ഈസ് ഇക്വൽ ടു a സ്ക്വയർ പ്ലസ് 2ab പ്ലസ് ബി സ്ക്വയർ. ഇതാണ് നമ്മുടെ ഫസ്റ്റ് ഐഡന്റിറ്റി. സെക്കൻഡ് ഐഡന്റിറ്റി എന്താണ്? a മൈനസ് ബി ദ ഹോൾ സ്ക്വയർ ഈസ് ഇക്വൽ ടു a സ്ക്വയർ മൈനസ് 2ab പ്ലസ് ബി സ്ക്വയർ. ഇതാണ് നമ്മുടെ സെക്കൻഡ് ഐഡന്റിറ്റി. തേർഡ് ഐഡന്റിറ്റി എന്താണ്? a പ്ലസ് ബി ഇൻറ്റു a മൈനസ് ബി
ഈസ് ഇക്വൽ ടു എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ. ഇതാണ് നമ്മുടെ തേർഡ് ഐഡന്റിറ്റി. ഈ 3 ഐഡന്റിറ്റീസ് എങ്ങനെയാണ് ഫാക്ടറൈസേഷനകത്ത് നമ്മൾ യൂസ് ചെയ്യുന്നത് എന്നാണ് ഇനി നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ എക്സാമ്പിളിലൂടെ തന്നെ നമുക്കത് നോക്കാം കേട്ടോ. അപ്പോൾ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലെ എക്സാമ്പിൾ 4 നമുക്കൊന്ന് നോക്കാം. ഓക്കെ, ഫാക്ടറൈസ് എക്സ് സ്ക്വയർ പ്ലസ് 8x പ്ലസ് 16. ഈ ക്വസ്റ്റിനെ നമുക്ക് തന്നിരിക്കുന്ന ഈ ഐഡന്റിറ്റീസ് യൂസ് ചെയ്തിട്ട് എങ്ങനെ ഫാക്ടറൈസ് ചെയ്യാം? നോക്കി, ഈ തന്നിരിക്കുന്ന ക്വസ്റ്റ്യനിൽ എത്ര ടേംസ് ഉണ്ട്? 3 ടേംസ് ആണുള്ളത് അല്ലേ? അപ്പൊ ഈ 3 ടേംസ് ഉള്ളത് കൊണ്ട് ഈ തേർഡ് ഐഡന്റിറ്റി എന്തായാലും വരില്ല അല്ലേ? ഈ തേർഡ് ഐഡന്റിറ്റിയിൽ എന്തുണ്ട്? 2 ടേമേ ഇവിടെ ഉള്ളൂ. അതുകൊണ്ട് എന്തായാലും ഈ ഐഡന്റിറ്റി ഇതിൽ ഫിറ്റ് ആകത്തില്ല. ഇനി നമുക്ക് നോക്കേണ്ടത് ഈ ഫസ്റ്റ് 2 ഐഡന്റിറ്റീസ് ആണ് ഇതിൽ മാച്ച് ആകുന്നത് ഏതാണ് എന്ന് നോക്കേണ്ടത്. അപ്പോൾ നോക്കിയേ, ഇവിടെ നമുക്ക് തന്നിരിക്കുന്ന ഐഡന്റിറ്റീസിൽ എക്സ് സ്ക്വയർ എന്ന് പറയുന്നത് ഇത് സ്ക്വയർ ആയതുകൊണ്ട് ഒരു പെർഫെക്റ്റ് സ്ക്വയർ ആണ്. 16 എന്ന് പറയുന്നതും ഒരു പെർഫെക്റ്റ് സ്ക്വയർ ആണ് അല്ലേ? 4ന്റെ സ്ക്വയർ ആണ് എന്താ? 16 എന്ന് പറയുന്നത്. അപ്പൊ ഇത് രണ്ടും ഒരു പെർഫെക്റ്റ് സ്ക്വയർ ആണ്. അതേപോലെ മിഡിൽ ടേം എന്താണ്? മിഡിൽ ടേമിന്റെ ഫ്രണ്ടില് പോസിറ്റീവ് സൈൻ ആണ്. അപ്പൊ ഇതേത് ഐഡന്റിറ്റി ആയിട്ട് വരും? അതുകൊണ്ട് ഈ ഐഡന്റിറ്റി നമ്മുടെ ഫസ്റ്റ് ഐഡന്റിറ്റി ആണ് എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. അപ്പൊ ഇത് എ സ്ക്വയർ പ്ലസ് 2ab പ്ലസ് ബി സ്ക്വയറിന്റെ ഫോമിലാണ് നമുക്ക് തന്നിരിക്കുന്ന ഈ എക്സ്പ്രഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഇതിനകത്തെ എ എന്തായിട്ട് വരും? എ എന്ന് പറയുന്നത് ഇവിടെ എക്സ് ആണ്. എ ഈസ് ഇക്വൽ ടു എക്സ്. നമ്മുടെ ഫസ്റ്റ് ഐഡന്റിറ്റി എ സ്ക്വയർ പ്ലസ് 2ab പ്ലസ് ബി സ്ക്വയർ ആണ്. അപ്പൊ എയുടെ പ്ലേസിൽ ഇവിടെ എക്സ് ആണ്. ഇനി ബിയുടെ പ്ലേസിൽ എന്താണ്? ബിയുടെ പ്ലേസിൽ ഇവിടെ 4 ആണ് അല്ലെ? 16 എന്ന് പറയുന്നത് 4 സ്ക്വയർ ആണ് 16. അപ്പൊ ബി സ്ക്വയർ ആണ്. ബി സ്ക്വയറിന് പകരം ഇവിടെ 16 ആണ് തന്നിരിക്കുന്നത്. അപ്പൊ ഇവിടുത്തെ ബി എന്തായിരിക്കും? ബി എന്ന് പറയുന്നത് 4 ആയിരിക്കും. അപ്പൊ നമ്മുടെ മിഡിൽ വരുന്ന ഈ ടേമിനെ നമുക്ക് എങ്ങനെ എഴുതാം? നോക്കിയേ, എ സ്ക്വയർ പ്ലസ് 2ab പ്ലസ് ബി സ്ക്വയർ. ഇതാണ് നമ്മുടെ ഐഡന്റിറ്റി. ഈ ഫോമിൽ നമുക്ക് ഇതിനെ എഴുതാനായിട്ട് സാധിക്കും. ഇപ്പൊ എ സ്ക്വയർ എന്ന് പറയുന്നത് എ ഇവിടെ എക്സ് ആണ്, എക്സ് സ്ക്വയർ പ്ലസ് 2 ഇൻറ്റു എ ഈസ് എക്സ്, ബി ഈസ് 4 പ്ലസ് ഇവിടെ എന്തെഴുതാം? ബി എന്താണ്? 4 ആണ്. അപ്പൊ 4 സ്ക്വയർ is equal to x square plus 4 into 2 8. 8 into x is 8x plus ഇതെന്ത് വരും? 4 square is 16. എങ്കിൽ ഇതിനെ നമുക്ക് 4 സ്ക്വയർ ആയിട്ട് തന്നെ എഴുതാം കേട്ടോ. 4 സ്ക്വയർ. ഇപ്പൊ നോക്കിയാൽ ഇത് എക്സ് സ്ക്വയർ പ്ലസ് 8x പ്ലസ് 4 സ്ക്വയർ എന്നായി. അപ്പൊ എ സ്ക്വയർ പ്ലസ് 2ab പ്ലസ് ബി സ്ക്വയർ എന്താണ്? എ പ്ലസ് ബി ദ ഹോൾ സ്ക്വയർ ആണ്. അപ്പൊ ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? എക്സ് പ്ലസ് 4 ദി ഹോൾ സ്ക്വയർ എന്ന് നമുക്ക് എഴുതാം. അതായത് എക്സ് സ്ക്വയർ പ്ലസ് 8x പ്ലസ് 16 എന്തായിട്ട് എഴുതാം? എക്സ് പ്ലസ് 4 ദി ഹോൾ സ്ക്വയർ ആയിട്ട് എഴുതാം. ഇതാണ് റിക്വയർഡ് ഫാക്ടറൈസേഷൻ എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് തന്നിരിക്കുന്ന ഒരു എക്സ്പ്രഷൻ കണ്ടു കഴിഞ്ഞാൽ അത് ഏത് ഐഡന്റിറ്റിയുടെ ഫോമിലാണ് എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കണം. അപ്പൊ നിങ്ങൾ ഫസ്റ്റ് ടേമും ലാസ്റ്റ് ടേമും നോക്കുക, മിഡിൽ ടേമിന്റെ സൈൻ ഏതാണ് എന്ന് നോക്കുക. എന്നിട്ട് അതിൽ നിന്ന് എയും ബിയും നിങ്ങൾ ചൂസ് ചെയ്യുക. അപ്പൊ നിങ്ങൾക്ക് 2ab എന്താണെന്ന് കണ്ടുപിടിക്കാനായിട്ട് എളുപ്പം സാധിക്കും. മനസ്സിലായല്ലോ? എന്നിട്ട് അപ്പൊ നമുക്ക് ഏത് ഐഡന്റിറ്റിയുടെ ഫോം ആണ് എന്ന് അറിയാനായിട്ട് സാധിക്കും. എ പ്ലസ് ബി ദ ഹോൾ സ്ക്വയർ ഈ ഫോമിൽ നമ്മൾ ലാസ്റ്റിൽ ഇതിനെ എഴുതണം. അടുത്ത എക്സാമ്പിൾ 5 നോക്കിയേ. 4y സ്ക്വയർ മൈനസ് 12y പ്ലസ് 9. അപ്പൊ ഇവിടുത്തെ ഫസ്റ്റ് ടേമും ലാസ്റ്റ് ടേമും ആദ്യം നോക്കുക. ഇത് പെർഫെക്റ്റ് സ്ക്വയർ ആണ്, ഇതും പെർഫെക്റ്റ് സ്ക്വയർ ആണ് അല്ലേ? 4y സ്ക്വയർ. 4y സ്ക്വയർ എന്ന് പറയുന്നത് എന്ത് വരും? ഇതിനെ നമുക്ക് എ സ്ക്വയർ, ഇത് ബി സ്ക്വയർ. ഇനി ഇതിന്റെ മിഡിൽ ടേം നോക്കിയാൽ മിഡിൽ ടേമിന്റെ ബിഫോർ ഉള്ള സൈൻ നെഗറ്റീവ് ആണ് അല്ലേ? അപ്പൊ ഇത് ഏത് ഐഡന്റിറ്റിയുടെ ഫോമിലായിരിക്കും? നമ്മുടെ സെക്കൻഡ് ഐഡന്റിറ്റിയുടെ ഫോമിലാണ്. അതായത് എ സ്ക്വയർ മൈനസ് 2ab പ്ലസ് ബി സ്ക്വയർ. അപ്പൊ ഇതിനകത്ത് എയും ബിയും എന്താണെന്ന് ആദ്യം നമുക്കൊന്ന് കണ്ടുപിടിക്കണം. അപ്പൊ 4y സ്ക്വയറിനെ നമുക്ക് എന്തായിട്ട് എഴുതാം? 2y ദ ഹോൾ സ്ക്വയർ ആയിട്ട് എഴുതാം അല്ലേ? 2ന്റെ സ്ക്വയർ 4, വൈയുടെ സ്ക്വയർ y സ്ക്വയർ. അപ്പൊ ഇതിനെ നമ്മൾ 2y ദ ഹോൾ സ്ക്വയർ ആയിട്ട് എഴുതി. അപ്പൊ ഇവിടെ എ എന്ന് പറയുന്നത് എന്താണ്? എ എന്ന് പറയുന്നത് 2y ആണ് അല്ലേ? ഇവിടെ എ സ്ക്വയറിന്റെ ഫോം ആണ് എ സ്ക്വയർ എന്നാണ്. അപ്പൊ എ ഈസ് 2y. ഇനി ഇവിടെ 9 എന്ന് പറയുന്നതിനെ നമുക്ക് എങ്ങനെ എഴുതാം? 9 എന്ന് പറയുന്നത് 3യുടെ സ്ക്വയർ ആണ് അല്ലേ? അപ്പൊ ബി എന്താണ്? ബി ഈസ് ഈക്വൽ ടു 3. അപ്പൊ നമുക്ക് എയും ബിയും കിട്ടി. ഇനി നമുക്ക് എന്ത് ചെയ്യണം? 2ab എന്താണ് എന്ന് എഴുതണം അല്ലേ? അപ്പൊ ഇത് 2ab ആണ്. എ സ്ക്വയർ മൈനസ് 2ab പ്ലസ് ബി സ്ക്വയർ. അപ്പൊ ഇതിനെ നമ്മൾ 2ab ആയിട്ട് എഴുതണം. എങ്ങനെ എഴുതാം? 12y നമുക്ക് എങ്ങനെ എഴുതാം? 2 ഇൻറ്റു എ ഈസ് 2y, ബി ഈസ് 3 അല്ലേ?
2ab ഫോമിൽ നമ്മൾ ഇതിനെ എഴുതിയത് 2ab ഫോമിലാണ്. ഇപ്പം നോക്കിയാൽ 2 2s are 4, 4 3s are 12, 12 into y 12y. കണ്ടോ, നമുക്കിതിനെ 2ab ഫോമിൽ കിട്ടി. ഓക്കെ, ഇനി 4y² മൈനസ് 12y പ്ലസ് 9a. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? a², a is 2y, a² മൈനസ് 2 into 2y into 3. ഇത് 2ab പ്ലസ് b², b is 3, 3². ഇതെന്ന് പറയുന്നത് എന്താണ്? a മൈനസ് b ദ ഹോൾ സ്ക്വയർ. അപ്പോൾ a is 2y, b is 3, 2y മൈനസ് 3 ദി ഹോൾ സ്ക്വയർ. അപ്പോൾ ഇതിനകത്തുനിന്ന് എയും ബിയും കണ്ടുപിടിക്കുക. മനസ്സിലായല്ലോ? ഈ തന്നിരിക്കുന്നത് ആദ്യത്തെ ടേമും ലാസ്റ്റ് ടേമും പെർഫെക്റ്റ് സ്ക്വയർ ആണോ എന്ന് നോക്കുക. അതിൽ നിന്ന് എയും ബിയും കണ്ടുപിടിക്കുക. അപ്പം മിഡിൽ ടേമിലെ നമുക്ക് 2ab ആയിട്ട് എഴുതാനായിട്ട് സാധിക്കും. നെക്സ്റ്റ് എക്സാമ്പിൾ 6, 49p² മൈനസ് 36. ഇവിടെ ടോട്ടലി 2 ടേംസ് ആണുള്ളത്. 2 ടേംസും പെർഫെക്റ്റ് സ്ക്വയേഴ്സ് ആണ്. 49 എന്ന് പറയുന്നത് 7ന്റെ സ്ക്വയർ ആണ്, 36 എന്ന് പറയുന്നത് 6ന്റെ സ്ക്വയറുമാണ് അല്ലേ. രണ്ടും പെർഫെക്റ്റ് സ്ക്വയേഴ്സ് ആണ്. രണ്ടാമത്തെ ടേം എന്ന് പറയുന്നത് എന്താണ്? നെഗറ്റീവ് ആണ്. അപ്പോൾ ഇത് ഏത് എക്സ്പ്രഷന്റെ ഫോമിലായിരിക്കും? a² മൈനസ് b²ന്റെ ഫോമിലായിരിക്കും. 2 ടേമേ ഉള്ളൂ. അപ്പോൾ ഈ ഐഡന്റിറ്റി ആയിരിക്കും ആപ്ലിക്കബിൾ ആയിട്ട് വരുന്നത്. അപ്പോൾ ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? 49p² മൈനസ് 36 ഈസ് ഈക്വൽ ടു 49 എന്ന് പറയുന്നത് 7ന്റെ സ്ക്വയർ ആണ്. അപ്പോൾ 7p ദ ഹോൾ സ്ക്വയർ എന്ന് ഇതിനെ എഴുതാം. 36 എന്ന് പറയുന്നത് 6ന്റെ സ്ക്വയറുമാണ്. അപ്പം നമുക്കിവിടെ കിട്ടിയിരിക്കുന്നത് a² മൈനസ് b² ഫോമിലാണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഇതിനെ നമ്മൾ എങ്ങനെയാക്കി എഴുതണം? a² മൈനസ് b² എന്ന് പറയുന്നത് എന്താണ്? a മൈനസ് ബി ഇൻറ്റു a പ്ലസ് ബി, അല്ലെങ്കിൽ a പ്ലസ് ബി ഇൻറ്റു a മൈനസ് ബി. അപ്പം നമുക്ക് ഇതിനെ എങ്ങനെ എഴുതാം? ഇതിനെ നമുക്ക് 7p മൈനസ് 6, 7p പ്ലസ് 6 ഉണ്ടല്ലോ. അപ്പം നമുക്ക് തന്നിരുന്നത് a² മൈനസ് b² എന്നാണ്. അതുകൊണ്ട് നമ്മൾ ഇതിനെ എങ്ങനെ എഴുതി? a മൈനസ് ബി ഇൻറ്റു a പ്ലസ് ബി ഫോമിൽ നമ്മൾ ഇതിനെ എഴുതി. ഇനി നമുക്ക് അടുത്ത ഒരു ക്വസ്റ്റ്യൻ നോക്കാം. x² പ്ലസ് 5x പ്ലസ് 6. ഈ ക്വസ്റ്റ്യൻ നോക്കിയേ. ഈ ക്വസ്റ്റ്യനകത്ത് ഇത് x² ഫസ്റ്റ് ടേം പെർഫെക്റ്റ് സ്ക്വയർ ആണ്. ബട്ട് ദ ലാസ്റ്റ് ടേം ഈസ് നോട്ട് എ പെർഫെക്റ്റ് സ്ക്വയർ. 6 എന്തല്ല? ഒരു പെർഫെക്റ്റ് സ്ക്വയർ അല്ല. അപ്പോൾ നമ്മൾ ഇതുവരെ പഠിച്ച ഐഡന്റിറ്റീസ് ഒന്നും നമുക്കിവിടെ യൂസ് ചെയ്യാനായിട്ട് സാധിക്കുകയില്ല. അപ്പോൾ നമ്മൾ ആൾജിബ്രിക് എക്സ്പ്രഷൻ ആൻഡ് ഐഡന്റിറ്റീസ് എന്നുള്ള ചാപ്റ്ററിൽ ഒരു 4th ഐഡന്റിറ്റി പഠിച്ചിരുന്നു. എന്തായിരുന്നു ആ 4th ഐഡന്റിറ്റി? x പ്ലസ് a ഇൻറ്റു എക്സ് പ്ലസ് ബി ഈസ് ഈക്വൽ ടു x² പ്ലസ് a പ്ലസ് ബി ഇൻറ്റു എക്സ് പ്ലസ് എ ബി. ഇങ്ങനെ ഒരു ഐഡന്റിറ്റി നമ്മൾ ആ ചാപ്റ്ററിൽ പഠിച്ചിരുന്നു അല്ലേ. അപ്പോൾ ഈ ഐഡന്റിറ്റി യൂസ് ചെയ്തിട്ട് നമുക്ക് ഇതിനെ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ ഐഡന്റിറ്റി യൂസ് ചെയ്തിട്ട് ഇതിപ്പോൾ നോക്കിയേ, ഈ x² ഇതിന്റെ ഫോമിലാണ്. 5x എന്ന് പറയുന്നത് a പ്ലസ് ബി ഇൻറ്റു എക്സിന്റെ ഫോമിലാണ്. 6 എന്ന് പറയുന്നത് എ ബിയുടെ ഫോമിലുമാണ്. അപ്പോൾ ഇവിടുത്തെ പ്രത്യേകത എന്താണെന്ന് നോക്കിയേ. ഇവിടെ a ഇൻറ്റു ബി, ഇവിടെ a പ്ലസ് ബി. അപ്പം ഇത് 2 നമ്പേഴ്സ് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുന്നു. ആ സെയിം നമ്പേഴ്സ് തന്നെ ഇവിടെ ആഡ് ചെയ്യുന്നു. 2 നമ്പേഴ്സ് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് ലാസ്റ്റ് ടേം കിട്ടണം. ആ സെയിം നമ്പർ തന്നെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് മിഡിലെ നമ്പറും കിട്ടണം. അപ്പോൾ അങ്ങനെയാണ് ഇങ്ങനെയുള്ള പ്രോബ്ലംസ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് എ ബി എന്ന് പറയുന്നത് എന്താണ്? ഇവിടെ എ ബി എന്ന് പറയുന്നത് 6 ആണ് അല്ലേ. എ ബി എന്ന് പറയുന്നത് 6 ആണ്. എ പ്ലസ് ബി എന്ന് പറയുന്നത് ഇവിടെ 5ഉമാണ് അല്ലേ. ഇവിടെ എ പ്ലസ് ബി എന്ന് പറയുന്നത് ഇവിടെ എന്താണ്? ഇവിടെ 5 ആണ്. അതായത് ഞാൻ ഇങ്ങോട്ടൊന്നുകൂടെ കാണിക്കാം. ഈ ടേം x² പ്ലസ് ഈ ടേം a പ്ലസ് ബി ഇൻറ്റു എക്സ് പ്ലസ് ഈ ടേം എ ബി. ഈ ഫോമിനെ ഞാൻ ഇങ്ങോട്ട് എടുത്തെഴുതി. കണ്ടല്ലോ. അപ്പോൾ ഇവിടുത്തെ a പ്ലസ് ബി എന്ന് പറയുന്നത് 5 ആണ്. എ ബി എന്ന് പറയുന്നത് 6ഉമാണ്. ഇതിനകത്തു നിന്ന് നമുക്ക് എയും ബിയും കണ്ടുപിടിക്കാനായിട്ട് സാധിക്കണം. അപ്പോൾ ഇവിടെ എ ബി 6 ആണ്. അതിന്റെ അർത്ഥം എന്താണ്? എയും ബിയും 6ന്റെ ഫാക്ടേഴ്സ് ആണ്. 6ന്റെ ഫാക്ടേഴ്സ് എന്തൊക്കെയാണ്? 1, 2, 3 ആൻഡ് 6. അപ്പം നമ്മൾ 1ഉം 6ഉം കൂടെ എടുക്കുകയാണെങ്കിൽ ഇത് നമ്മൾ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 7 കിട്ടും. അപ്പോൾ അത് നമുക്ക് ഇവിടെ യൂസ് ചെയ്യാനായിട്ട് സാധിക്കില്ല. നമുക്ക് എന്ത് കിട്ടണം? 5 കിട്ടണം. 1ഉം 2ഉം കൂടെ എടുത്താൽ അത് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് 6 കിട്ടില്ല. മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 6ഉം കിട്ടണം അല്ലേ. പിന്നെന്താ ഉള്ളത്? 2ഉം 3ഉം ആണുള്ളത്. 2ഉം 3ഉം കൂടെ മൾട്ടിപ്ലൈ ചെയ്താൽ 2 3s are 6 കിട്ടും. 2ഉം 3ഉം കൂടെ ആഡ് ചെയ്താൽ എന്ത് കിട്ടും? 5 കിട്ടും. കണ്ടല്ലോ. അപ്പോൾ ഇങ്ങനെ നമുക്ക് എ ബി കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും.
അപ്പോൾ നോക്കി ഇവിടെ എ എന്ന് പറയുന്നത് 2ഉം ബി എന്ന് പറയുന്നത് 3യുമായിട്ട് നമുക്ക് എടുക്കാം. അപ്പോൾ എ പ്ലസ് ബി എന്തായിരിക്കും? എ പ്ലസ് ബി നമുക്ക് 5 തന്നെ വരും. അപ്പോൾ നമുക്ക് ഇവിടെ എന്തെഴുതാം? നമുക്ക് കിട്ടേണ്ടത് ഏത് ഫോമിലാണ്? ഈ ഫോമിലാണ് നമുക്ക് കിട്ടേണ്ടത്. അപ്പോൾ ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? ദ ഫാക്ടറൈസ്ഡ് ഫോം ഓഫ് ദിസ് ഗിവൺ എക്സ്പ്രഷൻ ഈസ് എക്സ് പ്ലസ് എക്ക് പകരം നമുക്ക് 2 എഴുതാം, ബിക്ക് പകരം നമുക്ക് 3 എഴുതാം. അപ്പോൾ എക്സ് പ്ലസ് 3, എക്സ് പ്ലസ് 2 ആൻഡ് എക്സ് പ്ലസ് 3 എന്ന് നമുക്ക് കിട്ടി. എക്സാമ്പിൾ 10, നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലെ എക്സാമ്പിൾ 10 ആണ് ഞാൻ ഇനി ചെയ്യാൻ പോകുന്നത്. y സ്ക്വയർ മൈനസ് 7y പ്ലസ് 12. ഇത് പെർഫെക്റ്റ് സ്ക്വയർ ആണ് ഫസ്റ്റ് ടേം. ലാസ്റ്റ് ടേം 12 എന്തല്ല? പെർഫെക്റ്റ് സ്ക്വയർ അല്ല. അപ്പോൾ നമുക്ക് ഇത് ഏത് ഫോമിലാണ്? എക്സ് സ്ക്വയർ പ്ലസ് എ പ്ലസ് ബി ഇൻറ്റു എക്സ് പ്ലസ് എ ബിയുടെ ഫോമിലാണ്. അപ്പോൾ ഇവിടെ മൈനസ് തന്നിരിക്കുന്നത് നമുക്ക് എന്തായിട്ട് എടുക്കാം? എ പ്ലസ് ബി എന്ന് പറയുന്നത് നമുക്ക് -7 ആയിട്ട് കിട്ടണം. അപ്പോൾ നോക്കിയേ, അങ്ങനെ വരുന്ന ഏത് നമ്പേഴ്സ് ഉണ്ട്? നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യുമ്പം +12ഉം കിട്ടണം, ആഡ് ചെയ്യുമ്പം -7ഉം കിട്ടണം. അപ്പം അങ്ങനെ വേണം നമ്മൾ നമ്പേഴ്സ് സെലക്ട് ചെയ്യാനായിട്ട്. അപ്പം നമുക്ക് 12 കിട്ടണമെങ്കിൽ 4 × 3 12 കിട്ടും. 4ഉം 3യും കൂടെ ആഡ് ചെയ്താൽ 7ഉം കിട്ടും. അപ്പം -7 കിട്ടണേ നമ്മൾ എന്ത് ചെയ്താൽ മതി? -3യും -4ഉം എടുത്താൽ മതി അല്ലേ? -3യും -4ഉം കൂടെ എന്താവും? മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ രണ്ട് നെഗറ്റീവ് നമ്പേഴ്സിനെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ആൻസർ ഈസ് പോസിറ്റീവ്. 4 × 3 12. -3യും -4ഉം കൂടെ ആഡ് ചെയ്യുമ്പോൾ -7 നമുക്ക് കിട്ടും. കണ്ടോ? അപ്പോൾ y സ്ക്വയർ മൈനസ് 7y പ്ലസ് 12നെ നമുക്ക് എങ്ങനെ എഴുതാം? y സ്ക്വയർ പ്ലസ് -3, അതായത് എ പ്ലസ് -4, അത് ബി ആണ്, ഇൻറ്റു y പ്ലസ് 12 എന്ന് നമുക്കിതിനെ എഴുതാം. ഇപ്പോൾ നോക്കിയാൽ y സ്ക്വയർ, y നമ്മൾ ഇങ്ങോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ -3y, ഇതിനെ ഇങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ -4y പ്ലസ് 12. ഇനി നമുക്ക് നമ്മൾ പഠിച്ച റീഗ്രൂപ്പിംഗ് മെത്തേഡിൽ നമുക്കിതിനെ എഴുതാം. ഇവിടെ നമുക്ക് y കോമൺ എടുക്കാം. y കോമൺ എടുത്താൽ y -3 വരും. ഇവിടുന്ന് നമുക്ക് 4 കോമൺ എടുക്കാം. -4 എടുത്താൽ ബാക്കി y, ഇവിടെ ബ്രാക്കറ്റ്, ഇവിടെ നെഗറ്റീവ് സൈൻ ആയതുകൊണ്ട് ബ്രാക്കറ്റിലെ സൈൻ എന്താകും? നെഗറ്റീവ് ആകും. 12 എന്ന് പറയുന്നത് എന്താണ്? 3 × 4 ആണ്. അപ്പോൾ ഇതിൽ നിന്ന് 4 നമ്മൾ കോമൺ എടുത്തു, ബാക്കി ഇവിടെ 3 ഉണ്ട്. ഇനി നോക്കി, ഇത് രണ്ടും കോമൺ ആണ്. അപ്പോൾ y -3 നമ്മൾ കോമൺ എടുക്കുന്നു. ഇവിടുന്ന് എടുത്താൽ ബാക്കി ഇവിടെ y, ഇവിടെ നെഗറ്റീവ്, ഇവിടെ എന്തുണ്ട്? 4. അപ്പോൾ y -3 × y -4 എന്ന് കിട്ടി. ഇങ്ങനെ നിങ്ങൾക്ക് എഴുതാം. ഇല്ലെങ്കിൽ നമ്മുടെ എക്സ്പ്രഷൻ എന്താണ്? എക്സ് സ്ക്വയർ പ്ലസ് എ പ്ലസ് ബി ഇൻറ്റു എക്സ് പ്ലസ് എ ബി എന്ന് പറയുന്നത് എന്താണ്? എക്സ് പ്ലസ് എ ഇൻറ്റു എക്സ് പ്ലസ് ബി ആണ്. ഇപ്പം കണ്ടോ, എക്സ് എന്ന് പറയുന്നത് നമ്മുടെ ക്വസ്റ്റ്യനിൽ y ആണ്. അപ്പോൾ ഇതെന്തായി? y -3 × y -4 എന്നായി. ഇവിടെ എ എന്ന് പറയുന്നത് എന്താണ്? -3 ആണ്. അതുകൊണ്ടാണ് ഇവിടെ -3 വന്നത് കേട്ടോ. എക്സ് പ്ലസ് എ ഇൻറ്റു എക്സ് പ്ലസ് ബി ആണ്. എ ഇവിടെ -3 ആയതുകൊണ്ടാണ് ഇവിടെ y -3 ആയത്. ബി -4 ആണ്. അതുകൊണ്ടാണ് y -4 ആയത്. അടുത്തത് ഡിവിഷൻ ഓഫ് ആൾജിബ്രൈക് എക്സ്പ്രഷൻസ്. അപ്പോൾ അതിൽ ആദ്യം നമ്മൾ നോക്കുന്നത് ഡിവിഷൻ ഓഫ് മോണോമിയൽ ബൈ അനദർ മോണോമിയൽ. അപ്പോൾ മോണോമിയലും ബൈനോമിയലും ട്രൈനോമിയലും ഒക്കെ എന്താണെന്നുള്ളത് നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട് അല്ലേ? എന്താണ് മോണോമിയൽ എന്ന് വെച്ചാൽ ഒരു ടേം മാത്രമുള്ള എക്സ്പ്രഷനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? മോണോമിയൽ എന്ന് പറയുന്നത്. അപ്പോൾ ഒരു മോണോമിയലും വേറൊരു മോണോമിയലും തമ്മിലുള്ള ഡിവിഷൻ എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഒരു എക്സാമ്പിൾ നമുക്ക് നോക്കാം. 6x³ ഡിവൈഡഡ് ബൈ 2x. അപ്പോൾ ഇതിനെ നമ്മൾ ആദ്യം ചെയ്യുന്നത് ഇതിനെ ഇർറെഡ്യൂസിബിൾ ഫാക്ടർ ഫോമിൽ നമ്മൾ ഇതിനെ എഴുതും. അപ്പോൾ ഇർറെഡ്യൂസിബിൾ ഫാക്ടർ ഫോം എന്ന് വെച്ചാൽ എന്താണ്? ഇതിനെ നമ്മൾ ഫാക്ടേഴ്സ് ആയിട്ട് എഴുതും. അപ്പോൾ 6x³ നമുക്ക് എങ്ങനെ എഴുതാം? 6നെ നമുക്ക് എന്തായിട്ട് എഴുതാം? 6ന്റെ ഫാക്ടേഴ്സ് എന്തൊക്കെയാണ്? 2 × 3. x³ എങ്ങനെ എഴുതാം? x × x × x. ഇനി 2xനെ നമുക്ക് എങ്ങനെ എഴുതാം? 2 × x എന്ന് എഴുതാം. അപ്പോൾ ഈ 6x³ ഡിവൈഡഡ് ബൈ 2xനെ നമുക്ക് ഇങ്ങനെ എഴുതാം. 6x³ ബൈ 2x ഇസ് ഇക്വൽ ടു, ഈ 6x³ പ്ലേസിൽ ഇതിന്റെ ഇർറെഡ്യൂസിബിൾ ഫാക്ടർ ഫോം നമ്മൾ എഴുതുന്നു. അതെന്താണ്? 2 × 3 × x × x × x ഡിവൈഡഡ് ബൈ 2 × x. ഇനി നമ്മൾ ഇവിടെ ചെയ്യാൻ പോകുന്നത് ഇതിന്റെ ഒരേപോലെ ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലുമുള്ള ടേംസ് എല്ലാം നമ്മൾ കട്ട് ചെയ്യുന്നു. ഇവിടെ 2 ഉണ്ട്, ഇവിടെയും 2 ഉണ്ട്, ഇവിടെ ഒരു x ഉണ്ട്, ഈ എക്സും കൂടെ നമ്മൾ കട്ട് ചെയ്തു.
ഇനി ബാക്കിയുള്ള ടേംസിനെ നമ്മൾ എടുത്തെഴുതുന്നു. എന്തൊക്കെയാണ്? 3 ഇൻറ്റു എക്സ് ഇൻറ്റു എക്സ്. ദിസ് ഈസ് 3x². ഇനി അടുത്തതായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് ഡിവിഷൻ ഓഫ് എ പോളിനോമിയൽ ബൈ എ മോണോമിയൽ. അപ്പൊ ഇതിനു മുമ്പ് നമ്മൾ നോക്കിയത് എന്തായിരുന്നു? മോണോമിയൽ ബൈ എ മോണോമിയൽ ആണ് നോക്കിയത്. ഇവിടെ ഒരു പോളിനോമിയലിനെ ഒരു മോണോമിയൽ കൊണ്ട് എങ്ങനെ ഡിവിഷൻ ചെയ്യാമെന്നുള്ളതാണ് നമ്മൾ ഇവിടെ നോക്കുന്നത്. പോളിനോമിയൽ എന്ന് പറയുമ്പോൾ അത് മോണോമിയൽ ആകാം, ബൈനോമിയൽ ആകാം, ട്രൈനോമിയൽ ആകാം, ഏതുമാകാം കേട്ടോ. അപ്പൊ നമുക്കിവിടെ ഒരു എക്സാമ്പിളിലൂടെ നമുക്കിതിനെ ചെയ്യാം. 4y³ പ്ലസ് 5y² പ്ലസ് 6y ബൈ 2y. ഇതൊരു പോളിനോമിയൽ, അതായത് ഇതൊരു ട്രൈനോമിയൽ ആണ്, ഇതൊരു മോണോമിയലുമാണ്. അപ്പൊ ഇതിനെ നമുക്ക് ഒന്നുകൂടെ ഇങ്ങനെ എഴുതാം. 4y³ ബൈ 5y² പ്ലസ് 6y ഡിവൈഡഡ് ബൈ 2y. ഇവിടെ നോക്കിയേ, ഈ 2y എന്ന് പറയുന്നത് ഈ ഓരോ ടേമിനും ഉള്ളതാണ് അല്ലേ. അപ്പൊ നമുക്കിതിനെ ഒന്ന് സ്പ്ലിറ്റ് ചെയ്തെഴുതാം. 4y³ ബൈ 2y പ്ലസ് 5y² ബൈ 2y പ്ലസ് 6y ബൈ 2y. ഇനി ഇവിടെ നിങ്ങൾക്ക് ഇപ്പം നമ്മൾ കുറേ പ്രാവശ്യം ഇതിന്റെ ഫാക്ടേഴ്സ് എഴുതിയിട്ട് നമ്മൾ ഇതിനെ കട്ട് ചെയ്ത് അല്ലേ. അപ്പം ഇത് നോക്കി, ഇതൊരു മോണോമിയൽ ബൈ എ മോണോമിയലായി, ഇതൊരു മോണോമിയൽ ബൈ എ മോണോമിയലായി, ഇതും ഒരു മോണോമിയൽ ബൈ എ മോണോമിയലായി. അപ്പോൾ ഇതിന്റെ ഫാക്ടേഴ്സ് എഴുതിയിട്ട് ഇനി നമുക്ക് കട്ട് ചെയ്യാം. അപ്പോൾ ഫാക്ടേഴ്സ് എഴുതാതെ ഡയറക്റ്റ് കട്ട് ചെയ്യാൻ നിങ്ങൾക്ക് അറിയാമെങ്കിൽ അങ്ങനെ ചെയ്യാം, അതാണ് ഇച്ചിരി ഈസി. ഫാക്ടേഴ്സ് എഴുതുമ്പോൾ അത്രയും ടൈം കൂടെ വേസ്റ്റ് ആകും കേട്ടോ. അപ്പോൾ നോക്കിയേ, ഇവിടെ ഈ 2ഉം ഈ 4ഉം കൂടെ നമുക്ക് കട്ട് ചെയ്യാം. അപ്പോൾ എന്ത് വരും? ഇവിടെ 2 വരും. ഈ വൈയും ഇവിടുത്തെ ഒരു വൈയും കൂടെ കട്ട് ചെയ്യാം. അപ്പോൾ ഇവിടെ എന്തായി? സ്ക്വയറായി. ഇനി ഇവിടുന്ന് ഈ വൈയും ഇവിടുത്തെ ഒരു വൈയും കൂടെ കട്ട് ചെയ്യാം. അപ്പോൾ y² എന്ന് പറയുന്നത് y ഇൻറ്റു y ആണ്. അപ്പോൾ അവിടുന്ന് ഒരെണ്ണം കട്ട് ചെയ്തപ്പോൾ ഇവിടെ y ആയി. ഇനി 2ഉം 6ഉം കൂടെ കട്ട് ചെയ്താൽ 2 3s are 6, വൈയും കൂടെ കട്ടായി. ഇങ്ങനെ ചെയ്യാൻ അറിയാൻ വയ്യാത്തവര് ഫാക്ടേഴ്സ് എഴുതി തന്നെ ചെയ്തോണം. ഈ ഫസ്റ്റ് ടേം ഞാൻ കാണിച്ചു തരാം. 4y³ 4y³ എന്ന് പറയുന്നത് എന്താണ്? 2 ഇൻറ്റു 2 ഇൻറ്റു y ഇൻറ്റു y ഇൻറ്റു y ആണ്, ഡിവൈഡഡ് ബൈ 2y. കണ്ടോ? ഇനി കട്ട് ചെയ്യുക. ബാക്കി എന്ത് വന്നു? 2y² വന്നു. അത് തന്നെയാണ് ഞാനിവിടെ ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ കുറേ പ്രാവശ്യം ഇങ്ങനെ ഫാക്ടേഴ്സ് എഴുതി ചെയ്തതുകൊണ്ട് ഇനി അങ്ങനെ ചെയ്യേണ്ട കാര്യമില്ല. നിങ്ങളിപ്പോൾ ഇങ്ങനെ ഡയറക്റ്റ് കട്ട് ചെയ്യാൻ പഠിച്ചു കാണും. അങ്ങനെ അറിയാമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ തന്നെ ചെയ്യുക, ഇല്ലെങ്കിൽ ഫാക്ടേഴ്സ് എഴുതി ചെയ്യുക. ഇനി കട്ട് ചെയ്യാത്ത ബാക്കിയുള്ളതെല്ലാം നമ്മൾ ഇങ്ങോട്ട് മാറ്റി എഴുതുന്നു. എന്തൊക്കെ വരും? 2y² പ്ലസ് ഇവിടെ എന്തുണ്ട്? 5y ബൈ 2 പ്ലസ് ഇവിടെ എന്തുണ്ട്? 3. അപ്പോൾ എന്ത് വന്നു? 2y² പ്ലസ് 5y ബൈ 2 പ്ലസ് 3 എന്ന് നമുക്ക് കിട്ടി. ഇനി നമുക്കിതിനെ വേറൊരു മെത്തേഡിൽ നമുക്കിതിനെ ചെയ്യാനായിട്ട് സാധിക്കും. ഇതിനെ ഫാക്ടേഴ്സ് ആയിട്ട് ഇതേപോലെ ഓരോ ടേമിനെയും ആദ്യം നമ്മൾ എഴുതുന്നു. എന്നിട്ട് ഇതിനകത്തുനിന്ന് കോമൺ എടുത്തിട്ട് നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും. ഇനി ഒരു പ്രോബ്ലം ഞാൻ നിങ്ങൾക്ക് അങ്ങനെ കാണിച്ചു തരാം കേട്ടോ. ഓക്കെ, 24 ഇൻറ്റു x²yz പ്ലസ് xy²z പ്ലസ് xyz² ഡിവൈഡഡ് ബൈ 8xyz. ഇവിടെ രണ്ട് മെത്തേഡിലും നിങ്ങളെ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ആദ്യം നമുക്ക് ഫാക്ടറൈസ്, അതായത് ഇറെഡ്യൂസിബിൾ ഫാക്ടർ ഫോമിൽ എഴുതിയിട്ട് കോമൺ എടുത്ത് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ആദ്യം ഞാൻ ഈ എക്സ്പ്രഷനെ എഴുതുന്നു. 24 ഇൻറ്റു x²yz പ്ലസ് xy²z പ്ലസ് xyz² ഇസ് ഇക്വൽ ടു, ഇതിനെ ഞാൻ ഫാക്ടേഴ്സ് ആയിട്ട് തിരിച്ചെഴുതാൻ പോവാണ്. അപ്പോൾ 24നെ നമുക്ക് എങ്ങനെ എഴുതാം? 24നെ ഇങ്ങോട്ട് എഴുതുകയാണ്. 24നെ 2 ഇൻറ്റു 2 ഇൻറ്റു 2 ഇൻറ്റു 3 എന്ന് എഴുതാം. x²yzനെ എങ്ങനെ എഴുതാം? x ഇൻറ്റു x ഇൻറ്റു y ഇൻറ്റു z എന്ന് എഴുതാം. പ്ലസ് ഇതിനെ നമുക്ക് x ഇൻറ്റു y² ഈസ് y ഇൻറ്റു y ഇൻറ്റു z പ്ലസ് x ഇൻറ്റു y ഇൻറ്റു z² ഈസ് z ഇൻറ്റു z. ഇവിടെ നിന്ന് കോമൺ ഉള്ളതെല്ലാം നമ്മൾ വെളിയിലെടുക്കുന്നു. അപ്പോൾ എന്ത് വരും? ഇവിടെ നമുക്കിതിനെ 2 ഇൻറ്റു 2 ഇൻറ്റു 2 8 ഇൻറ്റു 3 എന്ന് എഴുതാം. ഇൻറ്റു ഇവിടെ എന്തൊക്കെ കോമൺ ഉണ്ട്? x 3 എടുത്തുകൊണ്ട്, y 3 എടുത്തുകൊണ്ട്, ഇസഡും 3 എടുത്തുകൊണ്ട്. അപ്പോൾ x ഇൻറ്റു y ഇൻറ്റു ഇസഡിനെ നമ്മൾ കോമൺ ആയിട്ട് എടുക്കുന്നു. ബാക്കി ഇവിടെ എന്തുണ്ട്? x പ്ലസ് ഇവിടെ y പ്ലസ് ഇവിടെ z. അപ്പം ഇതിനെ നമ്മൾ
ഇറഡ്യൂസിബിൾ ഫാക്ടർ ഫോമിൽ എഴുതിയപ്പോൾ നമുക്ക് എന്ത് കിട്ടി? 8 × 3 × x × y × z × x + y + z. ഇവിടെ നമ്മൾ ഈ 24നെ 8 × 3 എന്ന് എഴുതിയത് നമുക്ക് ഇവിടെ തന്നിരിക്കുന്ന ഡിവൈസറിനകത്ത് 8 × ആണ് അല്ലേ? അപ്പോൾ നമുക്കത് കട്ട് ചെയ്യാൻ എളുപ്പത്തിന് വേണ്ടിയാണ് നമ്മൾ ഇങ്ങനെ എഴുതിയത് കേട്ടോ. ഇനി 8 × 8 xy z നമുക്ക് എങ്ങനെ എഴുതാം? 8 × xy z എന്ന് എഴുതാം. ഇനി ഇത് തമ്മിലുള്ള ഡിവിഷൻ നമുക്ക് എങ്ങനെ എഴുതാം? 24 x² yz plus xy² z plus xyz² divided by 8xy z is equal to, ഇതിന് പകരം നമ്മൾ എന്ത് എഴുതുന്നു? നമുക്ക് കിട്ടിയ ഈ ആൻസർ എഴുതുന്നു. അതായത് 8 × 3 × xyz × x + y + z divided by 8xyz നമ്മൾ 8 × xyz എന്ന് എഴുതുന്നു. ഇനി നമ്മൾ ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും കട്ട് ചെയ്യാനുള്ളതെല്ലാം കട്ട് ചെയ്യുന്നു. 8 കട്ട് ചെയ്തു, ഈ xyz കട്ട് ചെയ്തു. ബാക്കി എന്തുണ്ട്? 3 × x + y + z. ഇതാണ് നമുക്ക് ലാസ്റ്റ് കിട്ടിയ ആൻസർ എന്ന് പറയുന്നത്. ഇതാണ് ഒരു മെത്തേഡ്. ഇനി അടുത്തതായിട്ട് നമ്മൾ നോക്കുന്നത് ഡിവിഷൻ ഓഫ് എ പോളിനോമിയൽ ബൈ എ പോളിനോമിയൽ. ഇനി ഒരു പോളിനോമിയലിനെ വേറൊരു പോളിനോമിയൽ കൊണ്ട് എങ്ങനെ ഡിവിഷൻ ചെയ്യാമെന്നാണ് ഇനി നമ്മൾ നോക്കുന്നത്. അപ്പോൾ ഇതുവരെ നമ്മൾ നോക്കിയത് മോണോമിയൽ ബൈ എ മോണോമിയൽ നോക്കി, പോളിനോമിയൽ ബൈ എ മോണോമിയൽ നോക്കി. ഇനി പോളിനോമിയൽ ബൈ എ പോളിനോമിയലാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. 7x² + 14x divided by x + 2. ഇതൊരു ബൈനോമിയലാണ്, ഇതും ഒരു ബൈനോമിയലാണ്. അപ്പോൾ ഒരു ബൈനോമിയലിനെ വേറൊരു ബൈനോമിയൽ കൊണ്ട് നമ്മളിവിടെ ഡിവിഷൻ ചെയ്യുന്നു. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യുന്ന സ്റ്റെപ്പ്, ഇതിനെ നമ്മൾ കോമൺ ആയിട്ടുള്ള ഫാക്ടേഴ്സിനെ നമ്മൾ വെളിയിലെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? 7x² + 14x is equal to 7x² എങ്ങനെ എഴുതാം? 7 × x × x + 14 നമുക്ക് 2 × 7 × x. ഇതിനെ നമ്മൾ ഇങ്ങനെ എഴുതി. ഇനി ഇവിടുന്ന് കോമൺ ആയിട്ട് എന്തൊക്കെയുണ്ട്? 7 ഇവിടെ കോമൺ ആണ്, x ഇവിടെ കോമൺ ആണ്. അപ്പോൾ 7x നമ്മൾ വെളിയിലെടുത്തു. ബാക്കി ഇവിടെ x + 2 ഉണ്ട്. ഇപ്പം നോക്കിയേ, ഇവിടെ നമുക്ക് ഇതിനെ ചെയ്തപ്പോൾ 7x × x + 2 എന്ന് കിട്ടി. ഇവിടെ നമ്മൾ x + 2 കൊണ്ടാണ് ഡിവൈഡ് ചെയ്യുന്നത്. അപ്പോൾ ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? 7x² + 14x by x + 2. 7x² + 14x പകരം ഞാനിവിടെ 7x × x + 2 by x + 2 എന്ന് എഴുതുന്നു. ഇവിടെ ഒരേപോലെയുള്ള ടേംസ് നമ്മൾ ക്യാൻസൽ ചെയ്യുന്നു. x + 2ഉം x + 2ഉം ക്യാൻസൽ ചെയ്യുന്നു. ബാക്കി എന്തുണ്ട്? 7x ഉണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ചാപ്റ്ററിൽ നമുക്ക് പഠിക്കാനായിട്ടുള്ളത്. അപ്പോൾ ഇൻട്രൊഡക്ഷൻ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ ഇനി ബാക്കിയുള്ള എക്സാമ്പിൾസ്, എക്സസൈസ് ക്വസ്റ്റ്യൻസുമായി നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.